ഓരോ അധ്യാപകനും തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താറുണ്ട്. മികച്ച ഭൗതിക സൗകര്യങ്ങൾ ഉൾപ്പെടെ IT, അതുപോലെ നിങ്ങൾക്കറിയാം ഫുട്ബോൾ അക്കാദമി, ഇങ്ങനെയുള്ള ബഹുമുഖ പദ്ധതികളുമായി നമ്മുടെ സ്കൂൾ അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നമുക്ക് നേടാൻ സാധിച്ചത് ചരിത്രപ്രധാനമായ ഒരു വിജയം തന്നെയായിരുന്നു. നമ്മുടെ കേരള കലോത്സവത്തിൽ നമുക്ക് 3 ഓവറോളുകൾ ലഭിച്ചു. അതും 1ാം സ്ഥാനം. സംസ്കൃതം, അറബിക്, ജനറൽ വിഭാഗങ്ങളിലായി 3 1ാം സ്ഥാനങ്ങളാണ് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് പൊതുവിദ്യാലയങ്ങൾക്കിടയിൽ നമുക്ക് ഒരു മാതൃകാ വിദ്യാലയം എന്ന ഒരു ബഹുമതി കൂടി നമുക്ക് ഇതിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യവേദി, അതിനും നമുക്ക് ഓവറോൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചുങ്കത്തറ നടന്ന ഫുട്ബോൾ അക്കാദമിയിൽ അതിലും നമ്മൾ ഓവറോൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പുറത്തുനിന്ന് ഒരധ്യാപകനെയും വെച്ചിട്ടല്ല ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മളിവിടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. അതിനായി ഇവിടെയുള്ള അധ്യാപകർ തന്നെയാണ് തങ്ങളുടെ കഴിവുകൾ കുട്ടികളിലേക്ക് എങ്ങനെ അവരെ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അവരെ പരിശീലിപ്പിക്കുന്നത്. മറ്റുള്ള സ്കൂളുകളിലൊക്കെ വളരെയധികം തുക ചെലവഴിച്ചിട്ടാണ് ഓരോ പരിപാടികളും അവർ സംഘടിപ്പിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉദാഹരണത്തിന് പറയാണ്, ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒപ്പന, നാടകം, ഇംഗ്ലീഷ് കിറ്റ്, ഇതിനെല്ലാം മറ്റുള്ള സ്കൂളുകളിൽ 1ഉം 2ഉം അല്ല 50,000 രൂപയോളം ചെലവഴിച്ചിട്ടാണ് അവർ ഈ ഒരു പരിപാടിക്കായി കുട്ടികളെ അവർ കൊണ്ടുവരുന്നത്. എന്നാൽ നമ്മുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടെയുള്ള അധ്യാപകരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സമീപ പ്രദേശങ്ങളായ മുത്തേടം, കരുളായി, എടക്കര എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കുട്ടികൾ ഞങ്ങളുടെ ഈ അക്ഷരമുറ്റത്ത് ഞങ്ങളെ തേടി എത്തുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇനിയും അതിന് സാധിക്കട്ടെ. അവർക്ക് വേണ്ട പരിജ്ഞാനം കൊടുക്കാനും അവർക്ക് വേണ്ട എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്ര പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങൾ ഇനിയും എനിക്ക് പറയാനുണ്ട്. കൂടുതലായിട്ട് ഇനി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതെല്ലാം അറിയണമെങ്കിൽ, തൊട്ടറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി ഞങ്ങളുടെ സ്കൂളിലേക്ക് വരണം. ഇവിടെ വന്ന് നിങ്ങൾ അറിയണം ഇവിടെ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുത ഇല്ലാത്തതുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം, കണ്ടെത്താം, നിങ്ങൾക്ക് പ്രതികരിക്കാം. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളെ കുട്ടികളെ ഞങ്ങൾക്ക് വിട്ടുതരിക. അടുത്ത വർഷവും അടുത്തത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ സ്കൂളിന്റെ വിജയത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിനെ ഒത്തൊരുമിച്ച് ഞങ്ങൾ നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞു. എന്നാൽ ഒരു സ്കൂളിന്റെ നെടുന്തൂണായി നിൽക്കുന്നത് ഒരു PTA അംഗങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവനാടി തന്നെയാണ് ഞങ്ങളുടെ PTA പ്രസിഡന്റ് ശ്രീ ഷിനോജ് സാർ. 3 വർഷമായി PTA സ്ഥാനം അലങ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വം എത്രമാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും അദ്ദേഹത്തിന് PTA പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിലും ഞങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാവിധ ആയുരാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. കാരണം അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി അത്രയും ഞങ്ങളെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ PTA പ്രസിഡന്റ് ശ്രീ ഷിനോജ് സർ അവർകളെ ക്ഷണിച്ചു കൊടുത്തു. ജനങ്ങളുടെ ഇടയിൽ അവരിൽ ഒരാളായി തന്നെ നിൽക്കുകയും എത്ര തിരക്കുകളുണ്ടെങ്കിലും അതിനിടയിലും നമ്മുടെ ഈ ഒരു പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന് ഒരു ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ശ്രീ ഇസ്മായിൽ മുത്തേടം അവർകളെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ഇല്ലാതെ നമ്മുടെ സ്കൂളിന്റെ ഏതൊരു ചെറിയ പരിപാടിയിൽ പോലും സജീവ സാന്നിധ്യമായി നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഉസ്മാൻ അവർകൾ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. മുഖ്യ സന്ദേശം നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെയും ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ AO സാർ ആയിരുന്നു. സാറിനും ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ നിലമ്പൂർ BPC മനോജ് സാർ ഉണ്ടായിരുന്നു. സാറും ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരെ കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അടുത്തത് നമ്മുടെ മാനേജ്മെന്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപനത്തിനായി വരുന്ന കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ജോലി തന്നെയാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓരോ അധ്യാപകർക്കും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഓരോ അധ്യാപകനെയും സ്വന്തം കൂടെ നിർത്തി അദ്ദേഹത്തിൽ ഒരാളായി തന്നെ വലിപ്പ ചെറുപ്പമില്ലാതെ ഒരു മാനേജർ എന്നുള്ള ഒരു പദവിയോ ഒന്നും അദ്ദേഹം ഇതുവരെ ഞങ്ങളോട് കാണിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നവും നേരിടാതെ ഒരു വേർതിരിവും കാണിക്കാതെ ഇതുവരെ ഞങ്ങളുടെ എല്ലാ അധ്യാപകരെയും കുട്ടികളെയും ഒരുപോലെ കാണുകയും എല്ലാ ഭൗതിക സാഹചര്യങ്ങളും വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് ഒരുക്കി തരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ മാനേജർ ശ്രീ സുലൈമാൻ ഹാജി അവർകളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, PTA പ്രസിഡന്റിനൊപ്പം നിൽക്കുന്ന ഒരാളാണ് വൈസ് പ്രസിഡന്റ്. ഈ വർഷവും ഞങ്ങൾക്ക് കിട്ടിയത് ചുറുചുറുക്കുള്ള ഒരു വൈസ് പ്രസിഡന്റിനെ തന്നെയാണ്. എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. എന്തൊരു പ്രശ്നത്തിനിടയിലും വളരെ ഇടയ്ക്കിടയ്ക്ക് കയറി അതിലെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രസിഡന്റ് ശ്രീ റഷീദ് അലി തങ്ങളെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഒരു സ്റ്റാഫ് സെക്രട്ടറിക്കുള്ള പദവി എന്താണെന്ന്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു സ്റ്റാഫിനെയും വിഷമിപ്പിക്കാതെ ഞങ്ങളുടെ സ്റ്റാഫിന്റെ കൂടെ നിന്ന് എല്ലാ സ്റ്റാഫിനോടും ഒപ്പം എന്ത് പ്രശ്നങ്ങളിലും കൂടെ നിന്ന് ആ പ്രശ്നങ്ങൾക്കെല്ലാം വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളിൽ ഒരാളായ ശ്രീ പ്രമോദ് സാറിനെ ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മാതാപിതാക്കളുടെ എല്ലാം പ്രതിനിധിയായി എപ്പോഴും ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏതൊരാവശ്യങ്ങളിലും എപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടാവാറുണ്ട്. ഏതൊരു പരിപാടി നടക്കുകയാണെങ്കിലും ഓണത്തിന്റെ ഇടയിലും പച്ചക്കറി അരിയാനും ക്രിസ്മസിന്റെ പരിപാടികൾക്കും എന്തിനും പ്രസിഡന്റ് ശ്രീമതി പ്രീത അവർകളെയും ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്കറിയാം, ഇവിടെ നിന്ന് നമ്മളോടൊപ്പം നമ്മളെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഞാൻ കൂടെ നിന്ന് എനിക്ക് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂടെ ചേർത്ത് നിർത്തി എന്നെ ഒരു സത്യം പറഞ്ഞാൽ ഒരു മോളെ പോലെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എന്തിനേലും സജിത എന്ന് വിളിച്ചിട്ട് സംബോധന ചെയ്തുകൊണ്ട് എനിക്ക് വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിത്വമാണ് അടുത്തത്. അതായത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ AU ആയിരുന്ന ഈ വർഷത്തെ AUയുടെ അഭാവത്തിൽ ഞാൻ സാറിനെ കണ്ടില്ലായിരുന്നു, സാർ എത്തിയത് അറിഞ്ഞില്ലായിരുന്നു. സാറ് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങളോടൊപ്പം നിന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഓവറോൾ വാങ്ങുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പ്രവൃത്തി പരിചയത്തിന് ഓവറോൾ കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് വളരെ വലിയ പ്രശ്നങ്ങൾ നേരിട്ട ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഞങ്ങളെ കൂടെ നിന്ന് സത്യത്തിന് വേണ്ടി, അതായത് ഞങ്ങളുടെ ഭാഗത്താണ് നീതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളോടൊപ്പം നിന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ റസാഖ് സാറ്. കഴിഞ്ഞ വർഷത്തെ AU ആയിരുന്നു. സർ റിട്ടയറായി. നമ്മുടെ ഈ വിദ്യാലയത്തിലെ അധ്യാപകനുമായിരുന്നു. അതൊക്കെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. സാറിനെയും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
വാർഷികത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മളിൽ ഒരാളായി നീണ്ട 31 വർഷം വിദ്യാലയത്തിന്റെ നിഴലായി കൂടെ നിന്ന നമുക്കൊക്കെ പ്രിയങ്കരനായ നമ്മുടെ HM ശ്രീ ഡൊമിനിക് സാറിന്റെ ഒരു യാത്രയയപ്പ് സമ്മേളനം കൂടിയാണ് ഇത്. സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറുടെ കൂടെ ഒരു സഹപ്രവർത്തകയായും മേലാധികാരിയായും എനിക്ക് സാറിന്റെ കൂടെ ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സ്കൂളിന്റെ ഇന്നത്തെ സാർ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഈ സ്കൂളിലെ ഓരോ അധ്യാപകനെയും അധ്യാപികയെയും തന്നോട് കൂടെ ചേർത്ത് നിർത്തി എങ്ങനെ ഒരു സ്കൂളിനെ കൊണ്ടുപോകണം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ ഡൊമിനിക് സാർ. നമുക്കറിയാം, കുട്ടികൾക്ക് പോലും ശ്രീ ഡൊമിനിക് സാർ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രിയങ്കരനാണ്. HMനെ ഒരു പേടിയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. പക്ഷെ നമുക്കറിയാം, പേടിയുണ്ട്, ഭയമുണ്ട്. പക്ഷെ ആ ഭയത്തിലും ഒരു സ്നേഹം കുട്ടികളിൽ എപ്പോഴും ഞങ്ങൾ കാണാറുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ പാരിതോഷികങ്ങൾ HM-ആയ സാറിനാണ് കിട്ടാറുള്ളത്. അതൊക്കെ സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സാറിന്റെ വലിയൊരു വിജയം തന്നെയാണ്. സാറിന്റെ ആ പദവിയിൽ ഇരിക്കുമ്പോഴും സാർ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള ഒരു വിജയം തന്നെയാണ് അത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ ഇങ്ങനെ പറയാൻ വാക്കുകൾ ഇങ്ങനെ തപ്പാണ്, കാരണം എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അത്രയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം തന്നെയാണ് ശ്രീ ഡൊമിനിക് സാറിന്റെ ഈ ഒരു യാത്രയയപ്പ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ യാതൊരു പേടിയും കൂടാതെ ഇവിടെ നിന്ന്, പേടി ഉള്ളിലുണ്ട് എങ്കിലും പേടി കൂടാതെ ഇതുപോലെ ഇവിടെ നിന്ന് സംസാരിക്കാൻ എനിക്ക് ഒരു പ്രചോദനം കിട്ടിയത് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ HM ശ്രീ ഡൊമിനിക് സാറിലൂടെ തന്നെയാണെന്ന് ഞാൻ പറയുന്നു. കാരണം ഞാൻ ഇവിടെ വന്ന വർഷം ഏത് പരിപാടികൾക്ക് പോവുകയാണെങ്കിലും കൂടെ കൊണ്ടുപോവുകയും എന്തൊക്കെയാണ് ഓരോ പരിപാടികളും എങ്ങനെയൊക്കെയാണെന്ന് എന്നെ മനസ്സിലാക്കി തരികയും ചെയ്ത് ഏതൊരു വേദി കിട്ടിയാലും അതിന് അവസരം തരികയും ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഡൊമിനിക് സാർ. ഇന്നും അതെ, ഈ ഒരു സീനിയർ അസിസ്റ്റന്റ് എന്നുള്ള ഒരു പദവി അത് എപ്പോഴും അതേ രീതിയിൽ തന്നെ കൊണ്ടുപോയി ഒരു വ്യത്യാസമില്ലാതെ എന്നെ കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തി കൂടെയാണ് ശ്രീ ഡൊമിനിക് സാർ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സഹോദരനെ തന്നെയാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. എപ്പോഴും എന്നോട് പറയും നീ എൻ്റെ പെങ്ങളാണെന്ന് എന്നും പറയാറുണ്ടായിരുന്നു. സത്യമാണ്, സാറിന്റെ പെങ്ങൾ തന്നെയാണ്. എന്നും അതുപോലെ തന്നെയാണ് എന്നെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ളത്. കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിലും നമുക്കറിയാം, മൊഴി ടീച്ചർ HM ആണ്. അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രണ്ടുപേരും ഒരേ വർഷം തന്നെയാണ് പിരിയുന്നത്. അവരുടെ സെൻഡ് ഓഫ് പോയി കഴിഞ്ഞിടെ കഴിയുകയുണ്ടായി. സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും. എത്ര അഭിമാനത്തോടു കൂടിയാണ് രണ്ടുപേരും ആ പൂവും പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ. ഇതൊക്കെ ഭാഗ്യം ചെയ്ത ആൾക്കാർക്ക് ലഭിക്കുന്ന ഒന്നാണ്. ദൈവവിശ്വാസിയാണ് സാർ. എപ്പോഴും പറയുന്ന കാര്യമാണ്, ദൈവത്തെ നമ്മളെല്ലാം അർപ്പിക്കണം, എന്നാൽ പിന്നെ ഒന്നും നമ്മൾക്ക് പേടിക്കേണ്ടതില്ല. സത്യവും ന്യായവും എല്ലാം എന്ന് സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിലൂടെ തന്നെയാണ് സാറ് കടന്നുപോയിട്ടുള്ളത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും അതിനെയെല്ലാം തരണം ചെയ്ത് ഇന്ന് വളരെ അഭിമാനത്തോടുകൂടി ഈ ഒരു സ്കൂളിൽ നിന്നും അദ്ദേഹം യാത്രയാവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം അഭിമാനിക്കാം. ഇന്ന് വരെ ഒരു HM നേടാത്ത ഒരു നേട്ടം കൂടിയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. കാരണം 3 ഓവറോളുകൾ, 3 അല്ല 5 ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഈ ഒരു പൊതുവിദ്യാഭ്യാസ രംഗത്ത് നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സ്കൂളിനും ഇതുപോലെ 3 ഒരു ഓവറോൾ ഫസ്റ്റ് ഒരുമിച്ച് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുപോലും സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം പിരിയുമ്പോൾ തന്നെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അർപ്പണബോധത്തോടു കൂടിയായിരിക്കാം സാറ് ഈ ഒരു വിദ്യാലയത്തിൽ അതിനുവേണ്ടി തുടക്കം കുറിച്ചിട്ടുണ്ടാവുക എന്ന്. എല്ലാ അധ്യാപകനെയും, ഇപ്പോൾ വന്നവനെ പോലും ഒരു മാറ്റവും കൂടാതെ തന്നിൽ ഒരാളായി ചേർത്ത് നിർത്താനുള്ള ഒരു കഴിവ് സാറിനുണ്ട്. അതിവിടെ വന്ന ഏറ്റവും വലിയ, ഇപ്പോൾ ലാസ്റ്റ് ഈ സ്കൂളിൽ വന്നിട്ടുള്ള ഒരു അധ്യാപകനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അവനെ പോലും ഇപ്പോൾ ഇന്നലെ ഇവിടെ രാത്രി സാർ ഇതുപോലെ എന്നും രാത്രി ഇവിടെ ഉണ്ടാവും. USSന്റെ ക്ലാസ്സിലെ സമയത്തൊക്കെ സാർ ഇവിടെയുണ്ട്. എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് ശ്രീ ഡൊമിനിക് സാർ. വളരെ ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ടായിരിക്കും. പറഞ്ഞാലും തീരില്ല. എനിക്ക് സാറെ കുറിച്ച് പറഞ്ഞാൽ ഒട്ടും തീരുകയില്ല. സാറിന്റെ മക്കള് ഇതുപോലെ ആതിര സിസ്റ്ററാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മോൻ ആൽവിൻ, അവൻ ഡോക്ടറാണ്. ഇതൊക്കെ സാറിന്റെ ഭാഗ്യം തന്നെയാണ്. ഇത്രയും ദൈവവിശ്വാസവും അർപ്പണബോധവും സ്നേഹവും നിറഞ്ഞ ശ്രീ ഡൊമിനിക് സാറിന് വളരെ ഹൃദയപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സ്കൂളിന്റെ നമുക്കറിയാം കുട്ടികൾക്ക് അന്നദാതാക്കളായിട്ടുള്ള കഞ്ഞിത്താത്തമാരുണ്ട്. കഞ്ഞിത്താത്തയും അതുപോലെ നമ്മുടെ ജോയമേച്ചി, ജാസ്മിൻ, ഇവരൊക്കെ ഉണ്ട്. ഇവരില്ലാതെ ഈ സ്കൂളിന് നമുക്കറിയാം ഒരു നേരം ഭക്ഷണം നമുക്ക് കിട്ടണമെങ്കിൽ അവർ വേണം. അവരും ഇവിടെയുണ്ട്. അവരെയും ഞാൻ വളരെ ഹൃദയപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. PTA MTA ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരാണ് ഞങ്ങളുടെ നെടുന്തൂണ്. അവരും നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി അവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡൊമിനിക് സാറിന്റെ മോളി ടീച്ചർ ഇവിടെയുണ്ട്. മോളി ടീച്ചറെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സമയം ഒരുപാട് കഴിഞ്ഞതുകൊണ്ട്. ടീച്ചറും ഞാനും തമ്മിൽ ഇതുപോലെ ടീച്ചർ ചോളമുണ്ട സ്കൂളിലുള്ള സമയത്ത് തൊട്ടുള്ള പരിചയം എനിക്ക് ടീച്ചറുമായിട്ടുണ്ട്. ഒരു സഹോദരി എന്ന നിലയിൽ വീട്ടിൽ ചെന്നാലും ഒക്കെ എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി, കഴിഞ്ഞ ദിവസം വിളിക്കാൻ പോയപ്പോഴും ഒക്കെ ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇവിടെയുള്ള ഓരോ അധ്യാപികമാരോടും അധ്യാപകരോടും ടീച്ചറും ഞങ്ങളോടൊപ്പം ചേർന്ന്. ശ്രീ കരീം സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കരീം സാറ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ HM ആയിരുന്നു. സാറും ഇതുപോലെ തന്നെ ഒരു യാത്രയപ്പ് സാറിന് കൊടുക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് കൊറോണയുടെ സമയത്തായിരുന്നു സാറിൻ്റെ യാത്രയപ്പ് ഉണ്ടായിരുന്നത്. സാറും ഇവിടെ സന്നിധനാണ്. സാറും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി സ്നേഹത്തോടു കൂടി ഞങ്ങളോടൊപ്പം ഇതുപോലെ തന്നെ ഡൊമിനിക് സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന ഒരു വ്യക്തിത്വമാണ്. സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെയും ഞാൻ ഈ ഒരു പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ കൂടെ ഞാനും ഉസ്മാൻ സാറും ഒപ്പാണ് സ്കൂളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കണക്ക് എന്ന് കേട്ടാൽ ആദ്യം കുട്ടികൾ ചിന്തിക്കുന്നത് ഉസ്മാൻ സാറാണോ ഞങ്ങൾക്ക് എന്നായിരുന്നു. അത്രയും പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു കുട്ടികളുടെ കണക്ക് മാഷ് ശ്രീ ഉസ്മാൻ സാർ. ഇപ്പോഴും വളരെ ലാഘവത്തോടു കൂടിയാണ് കുട്ടികൾക്ക് കണക്ക് കൈകാര്യം ചെയ്യാനുള്ള സൂത്രവാക്യങ്ങൾ സാർ പറഞ്ഞു കൊടുത്തിരുന്നത്. സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെയും ഞാൻ ഈ ഒരു സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു വിജയം ഇല്ല എന്നുള്ളതാണ് സത്യം. നാട്ടുകാർ, രക്ഷിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഊർജ്ജമാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ സ്കൂളിലേക്ക് വരാം. എന്ത് പരാതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അത് പരാതി ബോധിപ്പിക്കാം. ഒന്നും മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ് നിങ്ങൾ വരരുത്. നിങ്ങൾ ഇവിടെ വരണം, ഇവിടെ വന്ന് അന്വേഷിക്കണം. അല്ലാതെ മറ്റവർ പറഞ്ഞു അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. ഇവിടെയുള്ള എല്ലാ അധ്യാപകരും എപ്പോൾ വിളിച്ചാലും നിങ്ങളുടെ വിളിക്ക് കാതോർത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളൊന്നും വിശ്വസിക്കാൻ നിൽക്കരുത്. ഇവിടെ വരിക, അന്വേഷിക്കുക, എന്നിട്ട് തിരിച്ചു പോകുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു വസ്തുത. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള രക്ഷിതാക്കളെയും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PTA MTA അംഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അവരും ഇവിടെയുണ്ട്. എന്തിന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അവർ ഞങ്ങൾ ഒരു മനസ്സും രണ്ട് ശരീരവുമാണെന്ന് പറയാം. അത്രയും ഞങ്ങളോട് കൂടെ നിൽക്കുന്ന PTA MTA അംഗങ്ങളാണ്. അവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ബസ്, നമുക്കറിയാം സ്കൂളിൻ്റെ ബസ് പോകുന്ന സന്ദർഭങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിന് നമുക്ക് സാരഥി വേണം. അവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. കുട്ടികളില്ലെങ്കിൽ ഈ പരിപാടി വിജയിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ എത്തിയ എല്ലാ കുട്ടികളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഇവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളാണ്. ആരും വേറിട്ട് നിൽക്കാറില്ല. ഒരാൾ പോലും
എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വഭാവക്കാരല്ല ഇവിടെയുള്ള അധ്യാപകർ. ചുറുചുറുക്കുള്ള, ചങ്കൂറ്റമുള്ള, എന്തിനും ഏതിനും പോരാടി നിൽക്കുന്ന ഫരീദ് സാറും സദാം സാറും ലിനു സാർ, ഇങ്ങനെയുള്ള എല്ലാവരുടെയും കൂടെയുള്ള ശക്തമായ ഒരു കൂട്ടുകെട്ട് അത് ഈ സ്കൂളിന് ഒരു നെടുംതൂണ് തന്നെയാണ്. അവരെയും ഞാൻ, എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാം തങ്ങളാപ്പ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, സദാം സാറിൻ്റെ വാപ്പ തങ്ങളാപ്പ. ഞാനിവിടെയുള്ള സമയത്ത് പ്യൂണായി ഇവിടെ ഉണ്ടായിരുന്നു. സാറ് തങ്ങളാപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു വല്യാപ്പ തന്നെയാണ്. എപ്പോഴും സ്നേഹത്തോടു കൂടി നമ്മളെ എന്താടി എന്ന് ചോദിക്കുന്ന ആ ഒരു അധികാര സ്വരത്തോടു കൂടി നമ്മളോടൊപ്പം നിൽക്കുന്ന തങ്ങളാപ്പയും ഞാൻ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഈ ഒരു ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ ലിനു സാറാണ്. ലിനു സാറെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാതെ എനിക്ക് ഈ വേദി വിട്ടു പോകാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ കലോത്സവങ്ങളിലെയും മറ്റും വിജയത്തെക്കുറിച്ച് പറഞ്ഞു. വിദ്യാരംഗം, അതുപോലെ ജനറൽ വിഭാഗം, എല്ലാ വിഭാഗങ്ങളിലൂടെയും ലഭിക്കുന്ന ഓവറോളുകൾക്ക് ഒരു പ്രധാന, ഞങ്ങളുടെ ഒരു ബാക്ക് ബോണായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ ലിനു സാറ് തന്നെയാണ്. സത്യം പറയാച്ചാൽ ലിനു സാറിൻ്റെ ചില കുറുക്ക് വിദ്യകളും, ഞങ്ങളെപ്പോഴും പറയും കുതന്ത്രങ്ങൾ, സാറിൻ്റെ ആ ഒരു തന്ത്രത്തിലൂടെയാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടിയെടുക്കാൻ സാധിച്ചിരുന്നത്. ഞങ്ങളുടെ പിന്നിൽ നിന്ന് സാർ പറഞ്ഞാൽ മതി, ഇന്നത് ചെയ്യ് എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അവിടെ വിജയിച്ചു എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് ചെയ്യാനും ഇവിടെ ഓരോരുത്തരും സന്നദ്ധരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനടക്കം ചോദിക്കും, ലിനു എന്താ വേണ്ടത്? കാരണം അവനില്ലെങ്കിൽ ഇപ്പോൾ ഈ USS ക്ലാസ്സിന്റെ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ലിനു ഞങ്ങളുടെ കൂടെ നിൽക്കണം, ചാർജ് ലിനു സാറിനല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, ലിനു ഞങ്ങളുടെ കൂടെ വേണം. കാരണം ഒരു നേതൃത്വ സ്ഥാനം എപ്പോഴും ഞങ്ങൾ ലിനുവിന് കൊടുക്കും. അതെല്ലാവരും അങ്ങനെ, ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും ഓവറോൾ വേണോ, ലിനു സാറ് വേണമെന്ന് ആ ചാർജിൽ അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാവും. ഇനിയും പറയാനുണ്ട്, കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ലിനു സാറിനെ നന്ദി പറയുന്നതിലേക്ക് വേണ്ടിയും ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യാനും പ്രവർത്തിക്കാനും ഒരു പ്രതിസന്ധികളുമില്ലാതെ മുന്നോട്ട് പോകുവാനും ഇനിയും ജഗദീശ്വരൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് PTA പ്രസിഡന്റ് ശ്രീ ഷിനോജ് സർ അവകളെ ക്ഷണിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മുടെ വിദ്യാലയത്തിൽ ഒരു നിഴല് പോലെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും വെളിപ്പുറത്ത് ഓടി വന്നിരുന്ന പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ഷിനോജ് സ്കറിയ അവരുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹബഹുമാന്യായ ഉദ്ഘാടകൻ, നമ്മുടെ പഞ്ചായത്തിലെ അംഗവും നമ്മുടെ തൊട്ടയൽവാസിയുമായ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന ഇസ്മായിൽ മുത്തേടം അവറുകളും, നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എത്തിയിട്ടില്ല, അദ്ദേഹം എത്തിച്ചേരും എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഈ സ്കൂളിലിരിക്കുന്ന വാർഡിൻ്റെ മെമ്പർ കൂടിയാണ്, മുത്തന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഉസ്മാൻ കാറ്റാടി. സ്നേഹമുള്ള ഈ സ്കൂളിൻ്റെ ഈ സ്കൂളിൻ്റെ മാനേജർ സുലൈമാൻ ഹാജി, സ്നേഹമുള്ള എൻ്റെ സഹപ്രവർത്തകനും വൈസ് പ്രസിഡന്റുമായ റഷീദ് തങ്ങൾ, MTA പ്രസിഡന്റ് പ്രീത, പ്രിയപ്പെട്ട HM ഡൊമിനിക് സാർ, സ്നേഹമുള്ള ബഹുമാന്യായ പ്രമോദ് മാഷ്, ലിനു മാഷ്, നമ്മുടെ സ്കൂളിലെ മുൻ അധ്യാപകനും AEO ആയി റിട്ടയർ ചെയ്ത റസക് സാറ്, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട മുൻ റിട്ടയർ ചെയ്ത അധ്യാപകർ, തങ്ങളാപ്പ, മോളി ടീച്ചർ, അടുത്ത നമ്മുടെ സ്കൂളുകളിൽ നിന്നും വന്നിട്ടുള്ള ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാന്യായ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, സ്വാഗതത്തിൽ തന്നെ സൈദ ടീച്ചർ എല്ലാ കാര്യങ്ങളോടും വിശദമായി പറഞ്ഞു. വീണ്ടും ഒരു അധ്യക്ഷ പ്രസംഗത്തിന്റെ ആവശ്യം അധിക പ്രസംഗമാണ്. എന്തായാലും ഞാൻ അത്ര വലിയ പ്രസംഗകനല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ കൂടുതൽ സഹിക്കേണ്ടി വരികയില്ല. എന്തായാലും 1-2 വാക്കുകൾ ഈ സ്കൂളിനെ പറ്റി പറയാതെ പോകുന്നത് അധ്യക്ഷൻ എന്ന നിലയ്ക്ക്
അതൊരു കുറവായി മാറും എന്ന് തോന്നുന്നത് കൊണ്ടും ഈ സ്കൂളിനെ പറ്റി 2 വാക്ക് പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് തോന്നുകൊണ്ടും 2 വാക്കിൽ ഞാൻ നിർത്തിക്കൊള്ളാം. സ്നേഹമുള്ളവരെ, കാരപ്പുറം ക്രസന്റ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂള്, ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. എന്തായാലും പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് 7ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അധ്യാപകരത് കണക്കൂട്ടി, സുഷമ ടീച്ചർ അടക്കമുള്ള HM അന്ന് കണക്കൂട്ടി എന്നെ ഇരുത്തിയതാണ്. നല്ല സ്കൂളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അതിന്റെ PTA പ്രസിഡന്റ് സ്ഥാനം 3ാം വർഷം, ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ 3ാം വർഷം ഇരിക്കുകയാണ്. സ്കൂൾ അധ്യാപകരോട് കൂടെ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി ഏതു കാര്യത്തിന് വേണ്ടിയും നമ്മൾ അവരോട് കൂടെ നിൽക്കുമ്പോൾ അവര് ചെയ്യുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് PTA കമ്മിറ്റി അല്ലെങ്കിൽ MTA കമ്മിറ്റി കൂടെയുള്ളത്. അത് വൃത്തിയായും ഭംഗിയായും ബഹുമാനത്തോടു കൂടി ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേൾക്കുകയും അത് മക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഇവിടുത്തെ അധ്യാപകർ. ഡോമിനി സാറിന്റെ നേതൃത്വത്തിൽ നല്ല ഒരു ടീമാണ് ഇവിടെ ഉള്ളത്. ആ ടീം വർക്ക് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ കഴിഞ്ഞ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കൂളിന് വേണ്ടി കൊണ്ടുവരുവാൻ കഴിഞ്ഞത്. വളരെ അച്ചടക്കത്തോട് കൂടെ പോകുന്ന ഒരു സ്കൂളാണ്. ഏത് കാര്യത്തിലും അക്ഷരങ്ങൾ അറിയാത്ത അവസ്ഥ. അപ്പോൾ അത് ഞങ്ങൾ ഡോമിനി സാറിനെ വിളിച്ച് പറഞ്ഞു, സാർ പിള്ളേരെ ഈ രീതിയിലുണ്ട്, നമുക്ക് അവർക്കൊരു സ്പെഷ്യൽ ക്ലാസ് അധ്യാപകർക്ക് ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും അതിന് ആ കുട്ടികളെ, ഓരോ ക്ലാസ്സിലെയും കുട്ടികളെ വിളിച്ച് അതിന് ശിക്ഷണത്തോട് കൂടി തന്നെ അവര് ക്ലാസ് എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ, എല്ലാ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുവാൻ ഈ സ്കൂളിന് കഴിയുന്നുണ്ട്. അക്കാര്യത്തിൽ നിങ്ങൾ ധൈര്യപൂർവ്വം മക്കളെ സ്കൂളിലേക്ക് അയക്കാം. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള മക്കളെ ചേർക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ അതിനെ ഉത്സാഹിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. സ്നേഹമുള്ളവരെ, ഡോമിനി സാറിനെ പറ്റി 2 വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. തന്റെ 56 വർഷക്കാലം, ജനിച്ച് 56 വർഷക്കാലം ആകുന്ന ഈ സമയത്ത്, ഈ മാർച്ച് വരെ അദ്ദേഹം എന്തായാലും സ്കൂളിലുണ്ടാകും. അദ്ദേഹത്തിന്റെ 30 വർഷക്കാലവും നമ്മുടെ ഈ കാരപ്പുറം എന്ന് പറയുന്ന ഈ മേഖലയിൽ സ്കൂളിനടുത്ത് തന്നെ സ്ഥലവും വീടും വാങ്ങി അദ്ദേഹം താമസിച്ചു. ടീച്ചറും അദ്ദേഹം കൂടെ താമസിച്ചു. 2 മക്കള്. മാഷിന്റെ 30 വർഷക്കാലം ഈ സ്കൂളിന് വേണ്ടി സേവനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അധ്യാപന രംഗത്ത് 30 വർഷം പൂർത്തീകരിച്ചുകൊണ്ട് 56ാം വയസ്സിൽ റിട്ടയർ ആകുന്ന മാഷിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട്, സ്നേഹമുള്ളവരെ, മാഷൊരു ഈശ്വരവിശ്വാസിയാണ് എന്ന് സജിൽ ടീച്ചർ പറഞ്ഞു. ഞാനും അദ്ദേഹവും ഒരു പള്ളിയിലെ അംഗങ്ങളാണ്. എന്നും രാവിലെ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടാണ് അദ്ദേഹം ഈ സ്കൂളിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു മാറ്റം, ഐശ്വര്യം, അതിൻ്റെ ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഐശ്വര്യവും ഇതൊക്കെ സ്കൂളിൽ തന്നെ കിട്ടും. അത് കിട്ടുന്നുണ്ട് എന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ്. 45 വർഷക്കാലം ഈ സ്കൂള് തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷക്കാലം സംസുദ്ദീൻ മദ്രസയിൽ ആരംഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 2 വർഷക്കാലം സംസുദ്ദീൻ മദ്രസയിൽ ആരംഭിച്ച് പിന്നെ ഇവിടേക്ക് വന്നു. ഈ സ്കൂളിന്റെ ആദ്യ കാലഘട്ടം എന്നുള്ളത് ഇവിടുത്തെ മുൻ വിദ്യാർത്ഥികളായ കുറെ ആളുകൾ ഉണ്ടാവും ഇവിടെ, നിങ്ങൾക്കെല്ലാം അറിയാം. ഇന്ന് മനോഹരമാണ്, നല്ല ബിൽഡിങ്ങുകളാണ്. സർക്കാരിന്റെ ഓരോ കണ്ണും നമ്മുടെ സ്കൂളുകളിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് സ്കൂളുകൾ നന്നായി, മാനേജ്മെന്റുകൾ നല്ല രീതിയിൽ സ്കൂളും ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തു. അങ്ങനെ സ്കൂൾ നല്ല രീതിയിൽ പോകുന്നു. ഇതൊക്കെ ഈ സ്കൂളിന്റെ ഒരു പോസിറ്റീവാണ്, നല്ല കാര്യങ്ങളാണ്. കൂടുതൽ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. നിങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ആരുടെയും പ്രസംഗം കേൾക്കാനല്ല എന്നറിയാം. ആയതിനാൽ ഞാൻ എൻ്റെ വാക്കുകൾ നന്ദിയോടെ ചുരുക്കുകയാണ്. സ്നേഹത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നമ്മുടെ നാട്ടുകാരനുമായ ഇസ്മയിൽ മുത്തേടം സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാരപ്പുറം ക്രസന്റ് UP സ്കൂളിന്റെ 45ാമത് വാർഷികാഘോഷ പരിപാടിക്ക് വളരെ തിരക്കുകൾക്കിടയിലും നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ പ്രവർത്തിക്കുകയും നമ്മുടെ ആഘോഷങ്ങളിലും വിജയങ്ങളിലും തന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കാറുള്ള നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ രക്ഷിതാവ് കൂടിയായിട്ടുള്ള മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മൂത്തേടം അവരുകളെ ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ സിനോജ്, ഈ സ്ഥാപനത്തിൻ്റെ PTA പ്രസിഡന്റ്, ഈ വേദിയിൽ ഏതാനും സമയത്തും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉസ്മാൻ കാറ്റാടി, ഇവിടെ എത്തിയിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ കൂടിയായിട്ടുള്ള സുലൈമാനാജി, PTA വൈസ് പ്രസിഡന്റ് റഷീദ് തങ്ങൾ, സ്റ്റാഫ് സെക്രട്ടറി പ്രമോദ്, MTA പ്രസിഡന്റ് ഗീത, പ്രിയപ്പെട്ട മുൻ AEO മാസ്റ്റർ, ഇന്നത്തെ ചീഫ് ഗസ്റ്റ്, 3 പതിറ്റാണ്ടിലധികം നമ്മുടെ വിദ്യാലയത്തിൽ സ്തുത്യർഹമായ സേവനം ചെയ്ത് ഈ അധ്യയന വർഷം വിദ്യാലയത്തിന്റെ പടിയിറങ്ങുന്ന പ്രിയ HM ഡൊമിനിക് സാറിന് മാനേജ്മെന്റ് സ്റ്റാഫ് നൽകുന്ന സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി നമുക്കൊക്കെ പ്രിയങ്കരനായ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മുത്തേടത്തിനെയും മാനേജർ ശ്രീ സുലൈമാൻ ഹാജിയെയും സ്റ്റാഫ് സെക്രട്ടറി പ്രമോദ് സാറിനെയും വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ കൈമാറുന്നു, സാദരം ക്ഷണിക്കുന്നു. മറ്റൊരു ഉപഹാര സമർപ്പണം കൂടി ബഹുമാനപ്പെട്ട ഡൊമിനിക് സാറിന് PTA MT അംഗങ്ങൾ നൽകുന്ന സ്നേഹോപഹാരം ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. PTA MT അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഈ യോഗത്തിന് 2 വാക്ക് ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മുൻ AEO കൂടിയായിട്ടുള്ള നമ്മുടെ പൂർവ്വ അധ്യാപകന് കൂടിയായിട്ടുള്ള റസാഖ് സാറിനെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ച ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ ഷിനോജ് സ്കറിയ, ഉദ്ഘാടകൻ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മുത്തേടം, വേദിയിലുള്ള മാനേജറടക്കമുള്ള സ്കൂളിൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഇന്നത്തെ മുഖ്യാതിഥിയായിട്ടുള്ള യാത്രയപ്പിന് വിധേയമാവുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ ഡൊമിനിക് മാസ്റ്റർ, സദസ്സിലുള്ള മുൻ HM ശ്രീ കെരി മാസ്റ്റർ അടക്കമുള്ള എൻ്റെ മുൻ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട ഞാൻ എക്കാലത്തും എല്ലാ വേദിയിലും ബഹുമാനത്തോടെ എന്ന് മാത്രം അഭിസംബോധന ചെയ്യുന്ന പ്രിയപ്പെട്ട സ്കൂളിൻ്റെ രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ വിശദമായൊരു സംസാരത്തിന് സമയമെടുക്കുന്നില്ല. എന്നാലും 1993 ഞാൻ ഈ വിദ്യാലയത്തിൽ ഒരു അധ്യാപകനായി അക്കാലത്ത് ജോയിൻ ചെയ്യുന്നത്. അന്ന് നമ്മുടെ അന്തരിച്ചു പോയ സൂസമ്മ ടീച്ചറാണ് പ്രധാനാധ്യാപിക. വടക്കൻ മുഹമ്മദ് ഹാജിയാണ് മാനേജർ. ഇന്നത്തെ മാനേജർ കാര്യമായി അന്ന് സ്കൂളിൻ്റെ
കർമ്മപദത്തിൽ ഇല്ല എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. കരീം അന്നവിടെ ഉണ്ട്. പിറ്റേ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയരെ, ഇത് നമുക്ക് അഭിമാന മുഹൂർത്തം. ഹലോ ഹലോ കർമ്മോത്സവതയുടെ 3 പതിറ്റാണ്ട് പിന്നിട്ട് അനേകായിരങ്ങൾക്ക് അറിവ് കൊണ്ട് അന്നമൂട്ടിയ ഗുരുപ്രഭ നിസ്വാർത്ഥ സേവനത്തിന്റെ 31 സംവത്സരങ്ങൾ പൂർത്തിയാക്കി വിദ്യാലയത്തിന്റെ ഔദ്യോഗിക പദവിയിൽ നിന്ന് പടിയിറങ്ങുന്ന പ്രിയ റഹ്മാനിക് സർ, നമ്മുടെ വിദ്യാലയത്തിന് കൈ മറന്ന് അക്ഷീണ പ്രയത്നം നടത്തിയ ഗുരുശ്രേഷ്ഠർ, അഭിമാനിക്കാവുന്ന ഒട്ടനവധി ഓർമ്മകൾ കാലത്തിന് സമ്മാനിച്ച് ഈ സ്നേഹഗോപുരം വിട്ടുപിരിയുകയാണ്. വിദ്യാലയത്തിന്റെ മുന്നേറ്റത്തിന് 1993 മുതൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി അനുഗ്രഹീത സാന്നിധ്യം തുടരുന്നു. 2021 മുതൽ ഈ മനോഹര കലാലയത്തിന്റെ അമരക്കാരനായി പ്രവർത്തിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ മാട്ടറ എന്ന ഗ്രാമത്തിൽ തെക്കേമുറിയിൽ വർഗീസിന്റെയും ത്രേസ്യാമ്മയുടെയും 5 മക്കളിൽ രണ്ടാമനായി 1968 ജനനം. GLP സ്കൂൾ മാട്ടറയിൽ നിന്ന് പ്രാഥമിക പഠനവും സെന്റ് തോമസ് സ്കൂളിൽ നിന്ന് 1983 ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. തുടർന്ന് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നിന്ന് റാങ്ക് ഹോൾഡറായി ബിരുദവും പൂർത്തിയാക്കി. തിരുവനന്തപുരം മാർ തെയോഫിലോസ് കോളേജിൽ നിന്ന് BEdൽ മികച്ച മാർക്കോടെ വിജയം. 1993 കാരപ്പുറം ക്രസന്റ് UP സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. അക്ഷരലോകത്തെ വിസ്മയ കാഴ്ചകൾ കുരുന്നുകൾക്ക് പകർന്നു നൽകി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂല മാറ്റങ്ങൾക്ക് നന്ദി കുറിച്ച DPEP പാഠ്യപദ്ധതി പരിഷ്കരണത്തെ തുടർന്ന് 15 വർഷക്കാലം അധ്യാപക പരിശീലകനായി മികച്ച സേവനം കാഴ്ചവെച്ചു. നിരവധി മത്സര വേദികളിൽ കഴിവുറ്റ വിധികർത്താവായും സ്റ്റാഫ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. 2021 HM പദവി ഏറ്റെടുത്ത് ആ നിസ്വാർത്ഥ സേവനം തുടരുന്നു. പ്രിയ സഹധർമ്മിണി മോളി എബ്രഹാം, ഏവർക്കും സുപരിചിതയായ മോളി ടീച്ചർ മാമ്പത്ത് GLP സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ്സായി സേവനം ചെയ്യുന്നു. ആതിര ഡൊമിനിക്, ആൽവിൻ ഡൊമിനിക് മക്കളാണ്. വിദ്യാലയത്തിന്റെ പുരോഗതിയിൽ നിർണായകമായ മുന്നേറ്റങ്ങൾക്ക് ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി ഏവർക്കും പ്രിയങ്കരനായി മാറി പ്രിയ ഹെഡ് മാസ്റ്റർ. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ്. ഒരു വിദ്യാർത്ഥിയുടെ ബഹുമുഖ വളർച്ചയാണ് വിദ്യാഭ്യാസം. ഇത് കലാലയത്തിന്റെ ക്ലാസ് മുറികളിലും അസംബ്ലികളിലും എപ്പോഴും മുടങ്ങി കേൾക്കാറുള്ള പ്രിയ ഡൊമിനിക് സാറിന്റെ വാക്കുകളാണ്. വിദ്യാഭ്യാസം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ഭൗതിക പരിശീലനമല്ലെന്നും ശരീരവും മനസ്സും വൈകാരികമായ വികസനവും ഉറപ്പുവരുത്തണമെന്നുള്ള അവബോധത്തോടെ സ്കൂൾ പ്രവർത്തനങ്ങൾ സമഗ്രമായി സംവിധാനം ചെയ്യുകയും ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതോടൊപ്പം നൂതനങ്ങളായ ബോധന രീതികൾ ആവിഷ്കരിക്കുകയും ചെയ്ത് പ്രിയ ഡൊമിനിക് സാർ ഈ അധ്യയന വർഷം വിദ്യാലയത്തിന്റെ പടിയിറങ്ങുകയാണ്. നീണ്ട സേവന കാലത്തിന് ശേഷമുള്ള വിശ്രമകാലം തുടർന്നും അധ്യാപനത്തിന് നീക്കിവെക്കുമെന്ന പ്രിയ ഗുരുവിന്റെ ആഗ്രഹം സഫലമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്യമായ യാത്രാ മംഗളങ്ങൾ. ഇന്നത്തെ വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ, പ്രിയ സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു?
എന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ച ഗർഭപാത്രത്തോടോ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. ONV കവിതയുടെ 2 ശകലങ്ങൾ ഓർത്തതാണ്. 3 പതിറ്റാണ്ട്, അതായത് നീണ്ട 31 കൊല്ലക്കാലം, ദാറ്റ് മീൻസ് എ പുരുഷായുസ് ഈ സ്ഥാപനത്തിൽ ചെലവഴിച്ച് ഞാൻ മെയ് 31 പടിയിറങ്ങുമ്പോൾ ആദ്യം തന്നെ നല്ലവനായ ദൈവത്തോട് നന്ദി പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രസംഗത്തിൽ PTA പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഞാൻ തീർച്ചയായും 100% ദൈവവിശ്വാസിയാണ്. കാരണം വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് നമ്മൾ ആരെന്നല്ല, ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ദൈവസഹായം ഉണ്ടായ ഒരു അവസരം ഞാൻ ചേർത്ത് പറയാം. ഇപ്രാവശ്യത്തെ കലോത്സവത്തിൽ 3 ഫസ്റ്റ് ഞങ്ങൾക്ക് കിട്ടി. 2 ഫസ്റ്റിന് 2 അവകാശികൾ കൂടെയുണ്ട്. അത് നറുക്കിട്ട് കിട്ടുമ്പോഴാണ് അത് ട്രോഫി ആർക്കാണെന്ന് തീരുമാനിക്കുക. അമലിനെ നറുക്കെടുക്കാൻ വിട്ടു, ഞാൻ അപ്പുറത്ത് മാറി എന്ന് പ്രാർത്ഥിച്ചു. ആദ്യത്തെ നറുക്കെടുത്തു, ട്രോഫി ഞങ്ങൾക്ക്. 2ാമത്തെ നറുക്കിന് വിളിച്ചു, ഞാൻ അമലിനെ തന്നെ വിട്ടു. അമലിനോട് പറഞ്ഞു, ഡൊമിനിക് സാറ് പോക്കോ, ഞാൻ അമല് പോയാൽ മതി. ഞാൻ മാറി നിന്ന് പ്രാർത്ഥിച്ചു, ട്രോഫി ഞങ്ങൾക്ക്. വേറെ നറുക്കുണ്ടായിരുന്നു, അതും 3-ാം സ്ഥാനം, 3 പേരുണ്ടായിരുന്നു, അതും നറുക്കിട്ടു. 3ാമത്തെ ട്രോഫിയും ഞങ്ങൾക്ക്. അതാണ് ഇരിക്കുന്നത് 3. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ഈ വിജയത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു അദൃശ്യമായ കരമുണ്ട്. അത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, ഒരു കുഴപ്പവും വരുത്തരുത്, ഇന്നത്തെ ദിവസം നന്നായി പോകണേ. അങ്ങനെ ഓരോ ദിവസവും ദൈവം നന്നായി പോയി. 31 വർഷം നന്നായി പോകുന്നു. ഇനി ഒരു 4-5 മാസം കൂടെ നന്നായി പോകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ സ്ഥാപനവും നന്നായി പോകണം. അടുത്തത് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്. 2 പേരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. എന്നെ എൻ്റെ അച്ചാച്ചനാണ് ഇവിടെ സ്കൂളിൽ കൊണ്ട് ചേർത്തേച്ച് പോയത്. ഇപ്പോൾ അച്ചാച്ചനില്ല. എങ്കിലും അവരോടുള്ള നന്ദി നമുക്ക് മറക്കാൻ കഴിയില്ല. 3ാമതായിട്ട് നന്ദി പറയുന്ന ഒരു വിശിഷ്ട വ്യക്തിയുണ്ട്, വടക്കൻ സുലൈമാൻ ഹാജി. സ്വർഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. ഞാനിവിടെ ജോലി അന്വേഷിച്ച് വന്നപ്പോൾ മുഹമ്മദ് ഹാജി, വടക്കൻ മുഹമ്മദ് ഹാജി, നമ്മുടെ സുലൈമാൻ ഹാജിയുടെ മാനേജർ, അദ്ദേഹം ഞാനിവിടെ ജോലി അന്വേഷിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഒഴിവുണ്ട്, കുട്ടി പോയി ഇവിടെ പോയി പഠിപ്പിച്ചോളാൻ പറ്റണം. അപ്പം സാധാരണഗതിയിൽ അതിന് പൈസയൊക്കെ കൊടുക്കണമല്ലോ. അതൊക്കെ നീ പിന്നെ വീട്ടിൽ പോയി തന്നാൽ നീ പോയി പഠിപ്പിച്ചോളിയോ. അന്ന് തുടങ്ങിയതാണ്. 1993 ഞാനിവിടെ സർവീസിൽ കയറുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ് എന്നെ ഈ സ്ഥാപനത്തിലേക്ക് ജോലി എടുക്കാനായിട്ട് കാരണം. പിന്നീട് റസാഖ് സാറിൻ്റെ ഒക്കെ അപ്പോൾ PSC ഒക്കെ കിട്ടിയെങ്കിലും പിന്നെ പോയില്ല. പിന്നെ ഇവിടെ തന്നെ നിന്നു. അതിങ്ങനെ 31 വർഷം നീണ്ടുപോയി. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു 5 പേര് ഇന്ന് ഇല്ല. പ്രിയപ്പെട്ട സൂസമ്മ ടീച്ചറെ ഓർക്കുന്നു. ഞാനിവിടെ ഒന്ന് ഒപ്പിടാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ദൈവത്തെ വിചാരിച്ച് ഒപ്പിട്ടോളുക എന്നും പറഞ്ഞാണ് ആദ്യമായിട്ട് രജിസ്റ്റർ എനിക്ക് തന്നത്. ആ ദൈവവിചാരത്തോടെയാണ് ഞാൻ എല്ലാ ദിവസവും ഒപ്പിട്ട് എൻ്റെ ജോലി ആരംഭിക്കുന്നത്. പിന്നെ മുഹമ്മദ് കുട്ടി സാറ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, പ്രിയപ്പെട്ട ലളിത ടീച്ചർ, പ്രിയപ്പെട്ട ഇന്ദിര ടീച്ചർ, ഇവരൊക്കെ മരണപ്പെട്ടു പോയി. ഇവരെല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. ഞാൻ റഷീദ് സൂചിപ്പിച്ച്, ഞാൻ അന്ന് വരുന്ന കാലത്ത് നമ്മുടെ പാലമായിട്ടുണ്ട്, അതിന് അപ്രോച്ച് ആയിട്ടില്ല. അന്ന് നടന്ന് വെള്ളം കടന്ന് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നിരുന്നത്. പിന്നെ ഒരു ജീപ്പ് സർവീസ് ആയിരുന്നു. കറണ്ടില്ല. ഫോൺ ചെയ്യണേ സണ്ണിക്കുട്ടിയുടെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് നാട്ടിലേക്ക് വിളിക്കുന്നത്. ആഴ്ചയിലൊക്കെ വരുന്ന ഒരു കത്താണ് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം. അതൊക്കെ ഇന്ന് മാറി ഇവിടെ വന്ന് തങ്ങളാപ്പ കാരപ്പുറം ഭാഗത്തെ മിനിമം കറണ്ടിൻ്റെ കൺവീനറായി, ഞാൻ ആ പനമ്പറ്റ ഭാഗത്തെ കൺവീനറായി. കറണ്ട് വന്നു. അങ്ങനെ ഓരോ കാര്യത്തിലും ശ്രമിച്ചങ്ങനെ ഈ സ്കൂള് അന്ന് 5 ഡിവിഷനാണ് ഉണ്ടായിരുന്നത്. 5 ഡിവിഷൻ, ഏതാണ്ട് 200 കുട്ടികൾ. അതിനുശേഷം ഞാൻ വന്ന സമകാലത്താണ് റസാഖ് സാറ്, കരീം സാറ്, റിട്ടയർ ചെയ്ത രവി സാറ്, പിന്നെ നമ്മുടെ അലവിക്കുട്ടി സാറിൻ്റെ അനിയൻ കരീം സാറ്, അങ്ങനെ ഒരു ടീമായ ആളുകൾ വന്നു. സ്ഥാപനത്തിൽ കുട്ടികൾ കൂടാൻ തുടങ്ങി. അധ്യയനം മെച്ചപ്പെട്ടു. കുട്ടികൾ കൂടാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ഉണ്ടായ ഡിവിഷൻ പോസ്റ്റ് ജോയിൻ ചെയ്ത ആളാണ് പ്രമോദ്. അങ്ങനെ സ്ഥാപനം ഇന്ന് വന്ന് 18 ഡിവിഷനായി. 585 കുട്ടികൾ ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നു. സ്കൂളിൻ്റെ കെട്ടും മട്ടും മാറി.
വളരെ നന്നായിട്ട് വളരെ നല്ല നിലയിൽ സ്കൂള് മുന്നോട്ട് പോകുന്നു. ഈ വർഷം പടിയിറങ്ങുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ പടിയിറങ്ങുന്നത്. നമ്മുടെ സ്കൂളിന് വളരെ നമ്മൾ നിൽക്കുന്നു. ഈ കഴിഞ്ഞ കൊല്ലം 5 ഫസ്റ്റ് പ്രൈസാണ്, 5 സബ്ജില്ലയിൽ ഫസ്റ്റ്, അറബിക് കലാമേളയിൽ ഫസ്റ്റ്, സംസ്കൃത കലാമേളയിൽ ഫസ്റ്റ്, ജനറലിൽ ഫസ്റ്റ്, മർത്തോമ ട്രോഫിയിൽ സ്പോർട്സിൽ ഫസ്റ്റ്, വിദ്യാരംഗം കലാസാഹിത്യവേദി സബ്ജില്ലയിൽ ഫസ്റ്റ്. ഈ 5 എണ്ണവും 2 സെക്കൻഡ്, അതായത് നമുക്ക് 2 സെക്കൻഡ് എന്ന് പറയുന്നത് പ്രവൃത്തിപരിചയ മേളയ്ക്കും ശാസ്ത്രമേളയ്ക്കും സെക്കൻഡ്, ബാക്കിയെല്ലാം നമുക്ക് ഫസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നല്ല അവസരത്തിൽ പടിയിറങ്ങുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ട മാനേജ്മെൻറ്റിനോടാണ്. വളരെ എപ്പോൾ വിളിച്ചാൽ അപ്പോൾ ഫോൺ എടുക്കും, അല്ലെ തിരിച്ചു വിളിക്കും. നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും എന്ത് കാര്യത്തിൽ നമ്മളോട് മുന്നിട്ട് പ്രവർത്തിച്ച് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട സുലൈമാൻ ഹാജിയോട് വളരെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. പിന്നെ പ്രിയപ്പെട്ട PTA-ക്കാർ, 3 വർഷമായിട്ട് കോവിഡിൻ്റെ കാലത്ത് കുറച്ചു കാലം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അന്ന് മുതൽ PTA വളരെ സജീവമായിട്ടുണ്ട്. ഷിനോജ് 3 വർഷമായിട്ട് പ്രസിഡന്റാണ്. ഷിനോജിനോടും PTA-ക്കാരോടും ചേർന്ന് നിൽക്കുന്ന MTA-യോടും എല്ലാവരോടും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. പിന്നെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകർ, സജിത ടീച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സീനിയർ വിഭാഗവും സദ്ദാമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജൂനിയർ വിഭാഗവും രണ്ടും കൂടെ ഒത്തുചേർന്ന് വളരെ സമന്വയത്തോടെ പ്രവർത്തിച്ച് കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഈ സ്കൂളിൽ ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ സാധിച്ചത്. ടീച്ചർ സൂചിപ്പിച്ചിട്ടുണ്ടാകും, ഞങ്ങൾ POSS നൈറ്റ് ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്കൊന്ന് കേരളത്തിൽ ആദ്യമായി ടീച്ചേഴ്സ് ഡെഡിക്കേറ്റഡായി വന്ന് അവരുടെ കയ്യിൽ തന്നെ പൈസ കണ്ടെത്തി സ്നാക്സ് കൊടുത്ത് വളരെ നന്നായിട്ട് അത് കൊണ്ടുപോകുന്നു. കുട്ടികളുടെ പഠനം മാത്രമാണ് ഈ സ്ഥാപനത്തിലുള്ള അധ്യാപകർ ലക്ഷ്യം വയ്ക്കുന്നത്. പ്രിയപ്പെട്ട അയൽവാസികളോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ അയൽവാസികളാണ് അവർ, ഞങ്ങളുടെ അയൽവാസികളാണ്, ഞങ്ങൾ ചാവി സൂക്ഷിക്കുന്നവരാണ്. അവരെ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഓടിച്ചെന്ന് അവർ ഞങ്ങളോട് സഹകരിക്കുന്നു. അവരോടെല്ലാം ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോടുള്ള നന്ദി, അതാണ് ഏറ്റവും പ്രധാനം. യു ആർ ദ ഹീറോ, നിങ്ങളാണ് ഹീറോ. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം, നിങ്ങൾ കുഞ്ഞുങ്ങളെ അയക്കുന്നു, ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ സഹകരിക്കുന്നു. അതിനെല്ലാം പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ഞങ്ങളുടെ ബസ് ജീവനക്കാർ, പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന സഹോദരങ്ങൾ, ഇവരോടെല്ലാം നന്ദി പറയുന്നു. പിന്നെ നന്ദി പറയേണ്ടത് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളോടാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അസംബ്ലി കൂടിയിട്ട് ഞാനിങ്ങനെ ആദ്യമായിട്ട് കുട്ടികളോട് പറഞ്ഞു, ഞാനിങ്ങനെ മെയ് 31 പിരിയും, നിങ്ങൾ അടുത്ത കൊല്ലം സ്കൂളിൽ തുറന്നു വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കുട്ടികൾക്കൊക്കെ ഒരു ഭയങ്കര അതിശയം. സാധാരണ ഈ ഹെഡ് മാഷന്മാരെ ചെറിയ ഭയമാണല്ലോ കുട്ടികൾക്ക്. ഇത് കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ഒരു ചെറിയ കൂട്ടമായിട്ട് വന്നിട്ട് എന്നോട് പറയും, സാറിന് പോകാതിരുന്നുകൂടെ, കുറച്ച് ടീം മാറി നിന്ന് ഒരാളെ വിട്ടിട്ടാണ് ചോദിക്കുന്നത്, സാറിന് പോകാതിരുന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പോകാതിരിക്കാൻ പറ്റുകയില്ല, അതിപ്പോൾ പോയേ പറ്റുള്ളൂ. 56 വയസ്സായാൽ പോകണമെന്ന്. അതിന് ആരാ അറിയുന്നത്? സാറ് ഇവിടെ ഉണ്ടോ 56 വയസ്സാന്ന് സാറ് പറയണ്ട. അവരുടെ ആ കുട്ടികൾക്ക് നമ്മളോടുള്ള സ്നേഹം, അത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നത് എൻ്റെ മക്കളാണെന്നുള്ള രീതിയിൽ കണ്ടേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുന്നത്. റസാഖ് പറഞ്ഞതുപോലെ ഇനി കുട്ടികളില്ലാത്ത, ശബ്ദങ്ങളില്ലാത്ത, തിരക്കുകളില്ലാത്ത ഒരു ലോകത്തേക്ക് പോകുമ്പോൾ അതൊരു വലിയ പ്രയാസമായിരിക്കാം. എനിക്കിതുവരെ അത് ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലുമായിട്ട് എൻഗേജ്ഡ് ആകണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട എല്ലാവരോടും, കൂടെ നിന്നവരോടും, താങ്ങായി നിന്നവരോടും, തണലായി നിന്നവരോടും, സപ്പോർട്ട് ചെയ്തവരോടും, ഉപദ്രവിച്ചവരോടും, സഹായിച്ചവരോടും, എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സർവ്വ നന്മയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സർ. അവസാനമായി ഈ ചടങ്ങിന് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഈ പ്രോഗ്രാമിന്റെ കൺവീനർ കൂടിയായിട്ടുള്ള ലിനു സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, With extreme pleasure and joy, welcome all of you
evening. All of you looking amazingly nice. Handsome, blinding lasers for making this particular evening with a glorious present for coming this night. സംഗീതം മാസ്മരികതയുണർത്തുന്ന അനുഭൂതിയാണ്. താളഭാവലയത്തിലൂടെ മനസ്സിനെ കോർത്തിണക്കിക്കൊണ്ട് ഓരോരുത്തരിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഊർജത്തെ ചോരാതെ സൂക്ഷിക്കാം. കാലത്തിന്റെ ഒഴുക്കിൽ പുതിയ തീരുകൾ തേടി തുഴയാം. ഈ കൗതുകമാർന്ന കലാവിരുന്നിലൂടെ നിങ്ങൾക്ക് മുന്നിൽ yes, welcome all of you to the Regalia 2024. Yes, our welcome dance team is ready here. This is the Mr. of Western Movement and Classical Dance. Yes, this is Ziva